സ്വാഗതം. ഞാനിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് BABത്തെ ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സസ് ആണ്. പിന്നെ ഈ സ്ലൈഡ്സും അതേപോലെ തന്നെ ഇതിലെ പല ഇല്ലസ്ട്രേഷൻസും, അതായത് ഭൂരിഭാഗം ഇല്ലസ്ട്രേഷൻ തയ്യാറാക്കിയിട്ടുള്ളത് ജെ ബെഞ്ചമിൻ്റെ ബേസിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റെഫർ ചെയ്തിട്ടാണ്. സോ കാര്യത്തോട്ട് കിടക്കാം. ആദ്യം തന്നെ എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സ്? മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ റോ മെറ്റീരിയൽസിനെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിലും സൈസിലും പ്രോപ്പർട്ടീസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ കൺവേർട്ടഡ് ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓഫ് ഡിസൈർഡ് ഷേപ്പ്, സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ്. അടുത്തത് മാത്രമല്ല, മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് ഷേപ്പിംഗ് പ്രോസസ്സ്. ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റലിന്റെ ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യുക, ബട്ട് വിത്തൗട്ട് ദ റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ. ഇങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത് ഫോർജിങ്, റോളിംഗ്, കാസ്റ്റിംഗ്, എക്സ്ട്രൂഡിംഗ് ഒക്കെയാണ്. അടുത്തതാണ് മെഷീനിങ് പ്രോസസ്സ്. മെഷീനിങ് പ്രോസസ്സ് കൂടുതലും ചെയ്യാറ് മെഷീനിങ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെയും ഷേപ്പും സൈസും ഒക്കെ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഈസ് ബൈ റിമൂവിങ് അൺവാണ്ടഡ് പോർഷൻസ് ഫ്രം ദ വർക്ക് പീസ്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത് ടേണിംഗ്, ഡ്രില്ലിംഗ്, ഗ്രൈൻഡിങ്, മില്ലിംഗ് ഒക്കെയാണ്. അടുത്തതാണ് ജോയിനിങ് പ്രോസസ്സ്. നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹിയർ 2 or more parts are joined together. വെൽഡിംഗ്, ബ്രേസിംഗ് ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അടുത്തതാണ് മറ്റു 2 ഗ്രൂപ്പുകളാണ് ഫിനിഷിംഗ് പ്രോസസ്സസും അതേപോലെ തന്നെ പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സസും. ഫിനിഷിംഗ് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പീസിൽ ആവശ്യമുള്ള പാർട്ടിന് അതിന് റിക്വയർഡ് ആയിട്ടുള്ള സർഫസ് ഫിനിഷിങ്ങോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങോ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിനിഷിംഗ് പ്രോസസ്സസ്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇലക്ട്രോപ്ലേറ്റിംഗ്, ഗാൽവനൈസിങ് ഇതൊക്കെയാണ്. അടുത്തതാണ് പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സസ്. അതായത് ഇപ്പം നമ്മുടെ മെറ്റീരിയലിൻ്റെ സെർട്ടൺ പ്രോപ്പർട്ടീസിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ്, അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് നോർമലൈസിങ്, ഹാർഡനിങ് ഇതൊക്കെയാണ്. ഷേപ്പിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ പ്രോസസ്സിലോട്ട് കിടക്കാം. ദാറ്റ്സ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മെറ്റാലിക് പാർട്ട് ബൈ pouring molten metal into a mold having a cavity of desired dimensions and then solidifying it. അതായത് നമുക്ക് ഒരു ഡിസൈർഡ് ഷേപ്പിലും സൈസിലും ഒരു മെറ്റാലിക് പാർട്ട് വേണമെന്ന് വെക്കാം. അപ്പോൾ നമ്മളൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലൊരു ക്യാവിറ്റി ഷേപ്പ് ചെയ്യുകയാണ്. ഈ പ്രൊസീജിയറിന് ശേഷം നമ്മൾ മോൾട്ടൺ മെറ്റൽ ഈ മോൾഡിൻ്റെ ഉള്ളിലെ ക്യാവിറ്റിയിലോട്ട് കടത്തി വിട്ടിട്ട് അതിനെ സോളിഡിഫൈ ചെയ്യും. ഈ സോളിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഡയമെൻഷനിൽ നമ്മുടെ മെറ്റാലിക് പാർട്ടിന് കിട്ടും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ മോൾട്ടൺ മെറ്റലൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള സാൻഡാണ്. ഒരു ഗുഡ് മോൾഡിംഗ് സാൻഡ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ചില പ്രോപ്പർട്ടീസ് അത്യാവശ്യമാണ്. ആദ്യത്തെയാണ് പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് അലൗസ് പാസേജ് ഓഫ് ഗ്യാസസ് ത്രൂ ദ മോൾഡ്. അതായത് നമ്മൾ മോൾട്ടൺ മെറ്റലാണ് മോൾഡിനുള്ളിലോട്ട് കടത്തിവിടുന്നത്. തീർച്ചയായിട്ടും അത് ഗ്യാസും അതേപോലെ തന്നെ സ്റ്റീമും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പുറത്തോട്ട് വിടാനുള്ള സാൻഡിൻ്റെ പ്രോപ്പർട്ടിനെയാണ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. അടുത്താണ് കൊഹസീവ്നെസ്. കൊഹസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് സാൻഡ് പാർട്ടിക്കിൾസ് ടു സ്റ്റിക്ക് ടുഗദർ. ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾ ടുഗദർ സ്റ്റിക്ക് ചെയ്യുന്നതിനെയാണ് കൊഹസീവ്നെസ് എന്ന് പറയാം. അത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ വി കോളിംഗ് ഇറ്റ് അഡ്ഹസീവ്നെസ്. നാലാമത്തത് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ ഒരു മെറ്റീരിയലിന് ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഒരു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു അതിൻ്റെ സൈസ് ഷേപ്പിൽ ചേഞ്ച് വരുത്തുമെന്ന് വിചാരിക്കാം. ഞാൻ ആ പ്രഷർ റിലീസ് ചെയ്തിട്ടും അതിന് അതേ ഷേപ്പിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതേ ഷേപ്പ് റീറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. അടുത്താണ് റിഫ്രാക്റ്റീവ്നെസ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ ഓർ ഫ്യൂസിങ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോബിലിറ്റി. അത് സാൻഡിന് ഫ്ലൂയിഡ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള, ബിഹേവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിനെയാണ് ഫ്ലോബിലിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് കെമിക്കൽ സ്റ്റെബിലിറ്റി. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ടു റെസിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ വിത്ത് മോൾട്ടൺ മെറ്റൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാൻഡ് കാസ്റ്റിംഗ് ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ മോൾഡ്. ഈ മോൾഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോൾഡിംഗ് പ്രോസസ്സ് എന്ന് പറയാം. ഈ മോൾഡ് വെച്ചിരിക്കുന്നത് മോൾഡിംഗ് ഫ്ലാസ്കിലാണ്. ഈ മുകളിലുള്ള പോർഷനെ നമ്മൾ കോപ്പ് എന്നും താഴെയുള്ളതിന് നമ്മൾ ഡ്രാഗ് എന്നാണ് പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ക്യാവിറ്റി. ഈ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ മോൾഡിൽ പാറ്റേൺ വെച്ചിട്ടാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ആ പ്രൊസീജിയർ എത്തുന്ന സമയത്ത് കുറച്ചൊരു വിശദമായിട്ട് പറയാം. പാറ്റേൺസ് കൂടുതലും വുഡ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. കാരണം
വുഡ് ഈസിലി അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും സുഖം വുഡിലാണ്. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈസ് ഡ്യൂ ടു മോയ്സ്ചർ ഇൻ ദ മോൾഡിംഗ് സാൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് കാസ്റ്റിംഗ് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമുക്ക് വുഡിനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. എന്നാ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന തരത്തിൽ നമുക്ക് പല മെറ്റീരിയൽസ് ഉണ്ട്. അതിലൊന്നാണ് മെറ്റൽ യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഡ്യൂറബിൾ. അടുത്തത് അത് ഗുഡ് ഡയമെൻഷണൽ ആക്യുറസിയിൽ നമുക്ക് മോൾഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബെറ്റർ സർഫസ് ഫിനിഷ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഇതാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്യാവിറ്റിയിലോട്ട് മോൾട്ടൺ മെറ്റലിനെ കൊണ്ടുവരുന്ന പാസേജിനാണ് നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. അതിൽ 3 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്: പവറിംഗ് ബേസിൻ, അതേപോലെ തന്നെ സ്ക്രൂ, പിന്നീട് ഗേറ്റ്. അപ്പോൾ പവറിംഗ് ബേസിനോട്ടാണ് നമ്മൾ നേരെ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുക. And it also helps to maintain, pouring basin also helps to maintain the required rate of flow of the molten metal, and also it prevents lag from entering. Okay. ഇനി മോൾട്ടൺ മെറ്റലൊക്കെ വന്നു, ക്യാവിറ്റി നിറഞ്ഞെന്ന് വിചാരിക്കുക. ഇത് മൊത്തം ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ വേണം ഈ ക്യാവിറ്റി ഫിൽഡ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. റൈസർ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് പെർമിറ്റ്സ് മോൾട്ടൺ മെറ്റൽ ടു ഫ്ലോ ആഫ്റ്റർ ദ ക്യാവിറ്റി ഫിൽഡ്. ക്യാവിറ്റി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾട്ടൺ മെറ്റൽ ഈ റൈസറിന് മുകളിലൂടെ ഇങ്ങനെ കയറി പോകും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് റൈസർ അപ്പോൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ കോമ്പൻസേറ്റ് ഫോർ ദ ഷ്രിങ്കേജ്. സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് മോൾട്ടൺ മെറ്റൽ സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് ഷ്രിങ്കേജ് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾക്കായിട്ടുള്ള മോൾട്ടൺ മെറ്റൽ നമുക്ക് റൈസർ എന്ന് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് സെർവ്സ് ആസ് എ വെന്റ് ഫോർ സ്റ്റീം ആൻഡ് ഗ്യാസസ് ജനറേറ്റഡ്. ഓക്കെ, ഇതൊക്കെയാണ് റൈസർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി കാസ്റ്റിംഗ് പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ 1/2 of a pattern is placed in which its flat surface is on a molding board. ഇതാണ് മോൾഡിംഗ് ബോർഡ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പാറ്റേണിൻ്റെ ഒരു ഹാഫ് വെക്കുകയാണ്. ദെൻ ദ ഡ്രാഗ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ബോർഡ് വിത്ത് എ സ്പിൻ ഡൗൺവേർഡ്. നമ്മൾ അടിയിൽ വെക്കുന്നതാണ് ഡ്രാഗ് എന്ന് പറയാം. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുക, ഇത് അടിയിലാണുള്ളത്. ദെൻ ദ ഡ്രാഗ് ഇസ് ഫിൽഡ് വിത്ത് മോൾഡിംഗ് സാൻഡ് പ്രോപ്പർലി റാപ്ഡ്. ഇതിന് മോൾഡിംഗ് സാൻഡ് വെച്ച് ഫില്ല് ചെയ്തിട്ട് പ്രോപ്പർലി റാം ചെയ്യുക. റാമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ശരിക്കും റാം ചെയ്തിട്ടില്ലെങ്കിൽ പല ഡിഫക്ട്സും ഉണ്ടായിരിക്കും. Then the excess sand above the top level of drag is removed and leveled with the top of the drag. Excess ആയിട്ടുള്ള സാൻഡിനെ നമ്മൾ റിമൂവ് ചെയ്യും. Okay. Then the drag is turned over and placed on another board. Okay. Then the other part of the pattern is kept over and the first half of the parting sand is sprinkled over the surface. അതായത് ഇപ്പം നമ്മൾ ഇതിനെ ടേൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കും ഡ്രാഗിനെ. എന്നിട്ട് ഇതിൻ്റെ അടുത്ത പാറ്റേൺ ഇതിൻ്റെ അതർ ഹാഫ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെക്കും. അതിനുശേഷം നമ്മൾ പാർട്ടിംഗ് സാൻഡ് സ്പ്രിങ്കിൾ ചെയ്യും. പാർട്ടിംഗ് സാൻഡ് നമ്മൾ ഇതിന് മുകളിലോട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കോപ്പും ഡ്രാഗും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. Then now the cope is placed over the drag. Runner and riser pins are placed at appropriate places and cope is filled with molding sand, rammed properly. ഇവിടെ നമ്മൾ ഈ റൈസറും അതേപോലെ തന്നെ പവറിംഗ് ബേസിനും വെച്ചിട്ട് നമ്മൾ കോപ്പിൽ മോൾഡിംഗ് സാൻഡ് നിറക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രോസസ്സിലുള്ള പോലെ തന്നെ എക്സസ് സാൻഡ് നമ്മൾ റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ വെന്റ് ഹോൾസ് നമ്മൾ ഉണ്ടാക്കും, കാരണം സ്റ്റീമും ഗ്യാസിനൊക്കെ പാസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Then റണ്ണർ ആൻഡ് റൈസർ പിൻസ് ആർ റിമൂവ്ഡ്. ഈ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം റണ്ണറും റൈസർ പിൻസും റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം ദ കോപ്പ് ഈസ് ടേൺഡ് ഓവർ ആൻഡ് കെപ്റ്റ് ഓൺ എ ബോർഡ്. അതിനുശേഷം നമ്മൾ ഈ കോപ്പിനെ എടുത്തിട്ട് മറ്റൊരു ബോർഡിലോട്ട് വെച്ചു. അതിനുശേഷം പാറ്റേൺ ഹാവ്സ് ആർ കെയർഫുൾ റിമൂവ്ഡ് ഫ്രം ദ കോപ്പ് ആൻഡ് ഡ്രാഗ്. ഇപ്പോൾ കോപ്പും ഡ്രാഗും സെപ്പറേറ്റ് ആണ്. ആ സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പിനും ഡ്രാഗും നമ്മൾ പാറ്റേൺ ഹാവ്സ് റിമൂവ് ചെയ്യുവാണ്. And then passage for the molten metal into the mold cavity known as gate is prepared on the top surface of the drag. അതായത് ഈ ഒരു സംഭവം നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ് ഡ്രാഗിൽ. And then repairs if any and cleaning of the mold cavity is carried out. Surface of the mold cavity is sprinkled with a fine graphite powder in order to get a good surface finish. അതായത് നമ്മുടെ മോൾഡ് ക്യാവിറ്റിയുടെ സർഫസിൽ ഫൈൻ ഗ്രാഫൈറ്റ് പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുവാണ്. And then core is kept in position. The core is kept back carefully in position of the drag and clamp. The mold is now ready for pouring molten metal. അതിനുശേഷം ഈ പാറ്റേൺ ഇല്ലാത്ത ക്യാവിറ്റി മാത്രമായിട്ടുള്ള ഡ്രാഗിനെ കോപ്പിനെ നമ്മൾ പ്ലേസ് ചെയ്യുവാണ്. വൺ അബവ് ദി അതർ, ഡ്രാഗ് അടിയിലും കോപ്പ് മുകളിലുമായിട്ട്. And then we are clamping them. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഈ സംഭവം റെഡിയാണ്. മോൾട്ടൺ മെറ്റൽ നേരെ ഒഴിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ pouring the molten metal
അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യും in order for solidification. And once the solidification is over, the casting is taken out by breaking the mold. The unwanted projections on the casting due to runner and riser are removed by cutting them off, and the casting is cleaned. Okay, ഇത്രയേ ഉള്ളൂ കാസ്റ്റിംഗ് കുറിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതൊരു പ്രോസസ്സും നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചില കാസ്റ്റിംഗ് ഡിഫക്ട്സ് ആണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്ലോ ഹോൾസ്. ബ്ലോ ഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ സ്മൂത്ത് റൗണ്ട് ഹോൾസ് ബിലോ ദ ഫേസ് ഓഫ് കാസ്റ്റിംഗ്. Casting is the finished product. Okay. Now it is formed by entrapped bubbles of gases in the metal. Oh. And it is caused by the excess moisture in the molding sand, low porosity of sand. Porosity means permeability, hard ramming of sand, and inadequate venting. Okay. അടുത്താണ് inclusion. Inclusion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ any separate non-metallic foreign material that is present in the casting. Okay. Next one is swell. Swell means it is a localized overall enlargement of the casting. ഇത് കോസ് ചെയ്തിരിക്കുന്ന ലൂസ് റാമിംഗ് ഓഫ് ദ സാൻഡ് കാരണമാണ്. അടുത്താണ് സ്കാബ്. സ്കാബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇറോഷൻ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ മോൾഡ് ആൻഡ് ദ റെസസ് ഫിൽഡ് വിത്ത് മെറ്റൽ മെയിൻലി കോസ്ഡ് ബൈ ദി അൺഈവൻ റാമിംഗ് ഓഫ് സാൻഡ്. ഇതും റാമിംഗ് ഓഫ് സാൻഡ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അടുത്താണ് ഹണികോം. ഹണികോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്മോൾ കാവിറ്റീസ് പ്രസന്റ് ഓൺ ദ കാസ്റ്റിംഗ് സർഫേസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡേർട്ട് ഹെൽഡ് ഇൻ സസ്പെൻഷൻ ഇൻ ദ മോൾട്ടൺ മെറ്റൽ. അടുത്താണ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്മാച്ചിങ് ഓഫ് കാസ്റ്റിംഗ് സെക്ഷൻ. It is caused due to a misalignment of pattern, cop and drag or the movement of mold box during pouring the molten metal. അടുത്താണ് മിശ്രം. മിശ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it's an incomplete casting is due to low fluidity of the metal. അടുത്താണ് cold shut. Cold shut എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is an external defect formed when two streams of molten metal of low temperature approach within the mold cavity from opposite directions. അതാണ് rattles അതേപോലെ തന്നെ bubbles. A slight compression failure of a thin layer of mold sand is known as rattle. ആ സമയം തന്നെ severe compression failure of the sand surface is known as bubbles. ലാസ്റ്റത്തെ ഡിസ്കസ് ലാസ്റ്റ് ഡിഫക്റ്റ് ആണ് fin. Fin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a thin projection of metal which is not a part of the required casting caused by the insufficient weight of the mold. ഇത് കോസ് ചെയ്തതിന്റെ improper clamping കാരണമാണ്. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അടുത്ത ഷേപ്പിംഗ് പ്രോസസ് ആണ് ഫോർജിങ്. ഫോർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലെ ഒരു മെറ്റീരിയലിനെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കോൾഡ് ഫോർജിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹോട്ട് ഫോർജിങ്. ഓൾറൈറ്റ്. പിന്നെ ഇറ്റ് ഓൾവേസ് ഹാസ് ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കാസ്റ്റ് വൺ. കാസ്റ്റിങ്ങിലൂടെ ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലിനെക്കാളും കൂടുതൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഫോർജിങ്ങിലൂടെ ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലിന് ഉണ്ടായിരിക്കും. മീൻ ഷേപ്പ് ചെയ്ത മെറ്റീരിയലിന് ഉണ്ടായിരിക്കും. നെയിൽസ്, ക്രെയിൻ ഹുക്സ്, ക്രാങ്ക് ഷാഫ്റ്റ്സ്, കണക്റ്റിംഗ് റോഡ്സ് ഇതൊക്കെ ഫോർജിങ്ങിലൂടെ ഷേപ്പ് ചെയ്ത ചില മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ്. ദോസ് ആർ നമ്പർ 1 ഹാൻഡ് ഫോർജിങ് ഓർ സ്മിത്ത് ഫോർജിങ്. ഇത് ഏതാണ് ട്രഡീഷണൽ ആയിട്ട് ചെയ്യാറുള്ളത്? ട്രഡീഷണൽ ഫോർജിങ് മെത്തേഡാണിത്. ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. ഓൾസോ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് സ്കിൽസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ. അടുത്തത് ഡ്രോപ്പ് ഫോർജിങ് ആണ്. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ഇൻ ക്ലോസ് ഇംപ്രഷൻ ഡൈസ്. അതായത് ക്ലോസ് ഇംപ്രഷൻ ഡൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പാറ്റേൺ ഒക്കെ കണ്ട പോലെ തന്നെ ഇസ് ബേസിക്കലി 2 halves ആൻഡ് ഇതിൽ ആ 2 halvesന്റെ ഇടയിൽ ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ക്യാവിറ്റി വിൽ ബി ഹാവിംഗ് ദ ഡയമെൻഷൻസ് ദാറ്റ് വി റിക്വയർ. Okay, so the operation is done in closed impression dies and the force for shaping the component is applied in a series of blows by using drop hammers. So drop hammers are used. Okay, and it can be used for mass production of small and medium sized products. അടുത്താണ് press forging. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൈഡ്രോളിക് പ്രസ് ആണ് and it is applied by a continuous squeezing operation. Okay, and the fourth one is machine forging. Machine forging എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ the force is applied using forging machines also known as upsetters. Okay, ഇനി നമുക്ക് കുറച്ച് commonly used forging operations നോക്കാം. ആദ്യത്തേത് upsetting or jumping. It is a process of increasing cross-sectional area of a bar at any desired position at the expense of length of the bar. The desired position is heated. അതായത് ഇതിപ്പോൾ ഒരു ബാറാണ്. ഈ ബാറിൽ നമുക്ക് എവിടെയാണോ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യേണ്ടത് ആ സ്ഥലം നമ്മൾ ഹീറ്റ് ചെയ്യും. അതായത് ഇവിടെ ഈ സ്ഥലമായിരിക്കും, ഇവിടെ ഈ സ്ഥലമായിരിക്കും. ആൻഡ് ദെൻ വി അപ്ലൈ എ ഫോഴ്സ് ഫ്രം എബോവ്. അങ്ങനെ ആ സമയത്ത് ഈ ഹീറ്റ് ചെയ്ത സ്ഥലത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അപ്സെറ്റിംഗ് ഓർ ജമ്പിംഗ്. നെക്സ്റ്റ് വി ഹാവ് ഡ്രോയിങ് ഡൗൺ. It is a process of reducing the cross section of a bar by increasing its length. Okay. Next one is setting down. Setting down എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a local thinning down operation using a set of hammer. Hammer യൂസ് ചെയ്തിട്ട് ഒരു local thinning down operation ആണ് setting down എന്ന് പറയുന്നത്. Next one is bending. Bending എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. It is an operation by which bars and rods are bent to form a ring
hooks, etc. അടുത്താണ് ഫോഴ്സ് വെൽഡിംഗ്. ഫോഴ്സ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റാലിക് സർഫസ് വിതൗട്ട് യൂസിങ് ഫില്ലർ മെറ്റീരിയൽസ്. അതായത് രണ്ട് മെറ്റാലിക് സർഫസിന്റെ പാർട്സ് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. വിച്ച് ഈസ് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബോവ് ഗോൾഡിന് ഫോഴ്സിങ് ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്തിട്ട് അതിനെ ഹാമർ ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോഴ്സ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കട്ടിംഗ്. Cutting means it is a process of removing pieces of a metal from a billet by means of a chisel. അടുത്താണ് പഞ്ചിങ്. പഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് എ പഞ്ച് ഇസ് ഫോഴ്സ്ഡ് ത്രൂ എ ജോബ് ടു പ്രൊഡ്യൂസ് എ ഹോൾ. ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലാണ്. ഈ പഞ്ച് നമ്മൾ ഇവിടെ വിട്ടിട്ട് വി ആർ ക്രിയേറ്റിംഗ് എ ഹോൾ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് സ്വാഗിങ്. സ്വാഗിങ് മീൻസ് ഇറ്റ് ഈസ് എ ഓപ്പറേഷൻ ബൈ വിച്ച് ദ റിക്വയർഡ് cross-sectional shape is obtained. And at last we have drifting. Drifting is the process of increasing the diameter of a punched hole. Okay, punched hole means here we get the punched hole. അടുത്ത ഷേപ്പിംഗ് പ്രോസസ്സാണ് റോളിംഗ്. റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദി മെറ്റൽ ഇസ് പാസ് ബിറ്റ്വീൻ എ പെയർ ഓഫ് റോൾസ് വിച്ച് റൊട്ടേറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് റോൾസിന് ഇടയിലൂടെ നമ്മൾ മെറ്റൽ പീസ് കടത്തി വിടും. ആസ് യു കെൻ സീ ഹിയർ ദി ഏരിയ ഇസ് മോർ ആൻഡ് ഹിയർ ദി ഏരിയ ഇസ് എന്താ പറയുക കുറവാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇറ്റ് റെഡ്യൂസസ് ക്രോസ് സെക്ഷൻ ആൻഡ് thereby increases its length. Okay. Then if the process is done above the recrystallization temperature, we call it hot rolling. Recrystallization temperature എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് താഴെയുള്ള പെർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് recrystallization temperature എന്ന് പറയുന്നത്. അതിന്റെ if we are doing it below the recrystallization temperature, we will be calling it cold rolling. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർസ്, പ്ലേറ്റ്, ഷീറ്റ്സ് ഒക്കെയാണ് ഈ റോളിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ. Then rolling mills in classification വരുന്നുണ്ട്, and it is classified based on number of rolls and their arrangement. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ 2 high mills ആണ്. ഇതാണ് 2 high mills. As you can see there are രണ്ട് റോൾസ് ആണ് ഇതിലുള്ളത്. ഇതിൽ അപ്പർ റോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലോവർ റോൾ കൂടുതൽ സമയത്തും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇടയിലൂടെയാണ് വർക്ക് പീസ് കടത്തുക. അടുത്തത് 3 high mill ആണ്. 3 high mill എന്ന് പറഞ്ഞാൽ ആസ് യു ക്യാൻ സീ 3 റോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ ഷീറ്റിനെ എടുത്തിട്ട് നമുക്ക് നമുക്ക് ഇതിലൂടെ പാസ് ചെയ്തിട്ട് നേരെ തിരിച്ചിട്ട് ഇതിലൂടെ തന്നെ തിരിച്ചും പാസ് ചെയ്യുക. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ, അപ്പറും ലോവറും ഒരേ ഡയറക്ഷനിലായിരിക്കും, നടുത്തത് മാത്രമായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നത്. ഇതിൽ അപ്പർ റോൾ ഒഴികെ ബാക്കിയുള്ള 2 റോളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് 4 high mill. 4 high millന്റെ നമ്മുടെ കുറച്ച് ആഡപ്പ് ആയിട്ട് വരുന്ന ബാക്കപ്പ് റോളാണ്. ബാക്കപ്പ് റോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കപ്പ് റോൾസ് ആർ യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ വർക്കിംഗ് റോൾസ്. ഈ വർക്കിംഗ് റോളിന്റെ ഡിഫ്ലക്ഷൻ കുറക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ബാക്കപ്പ് റോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് 4 high mills. മൊത്തം 4 റോൾസ് ആണുള്ളത്, 2 വർക്കിംഗ് റോളും 2 ബാക്കപ്പ് റോളും. അടുത്തതാണ് ക്ലസ്റ്റർ മിൽ. ക്ലസ്റ്റർ മിൽ എന്നാൽ വളരെ തിൻ ഷീറ്റ് മെറ്റൽ ഫോയിലൊക്കെ മേക്ക് ചെയ്യാനാണ് ക്ലസ്റ്റർ മിൽസ് നമ്മൾ യൂസ് ചെയ്യുക. ആസ് യു കെൻ സീ ഈ ഇത് രണ്ടും വളരെ ചെറിയ ഡയമീറ്റർ ആണ് ഇതിൽ വർക്കിംഗ് റോൾസിനുള്ളത്. അതേപോലെ തന്നെ ഈതർ സൈഡ്സിൽ ബാക്കപ്പ് റോൾസ് ഉണ്ട്, വിച്ച് ഈസ് അഗെയിൻ യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ദി വർക്കിംഗ് റോൾസ്. മറ്റൊരു ഷേപ്പിംഗ് പ്രോസസ്സാണ് എക്സ്ട്രൂഷൻ. എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോമിംഗ് പ്രോഡക്ട്സ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഷേപ്സ്. ഈ ഡൈ ആയിരിക്കും മിക്കവാറും നമുക്ക് ഏത് തരത്തിലുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആണോ ലൈക്ക് ഡയമെൻഷൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. As you can see here we have ram. ഈ റാമിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇവിടെ ഹോട്ട് ബില്ലറ്റ് ഉണ്ട്. ഈ ഹോട്ട് ബില്ലറ്റ് നമ്മൾ കംപ്രസ് ചെയ്യും. എന്നിട്ട് ആ കംപ്രസ് ചെയ്ത് നേരെ എക്സ്ട്രൂഡ് പാറായിട്ട് പുറത്തോട്ട് വരും. ഓക്കെ, The compression done at elevated temperature is what we call hot extrusion. Low temperature ആണെന്നുണ്ടെങ്കിൽ we will be calling it cold extrusion. ഈ എക്സ്ട്രൂഷൻ പ്രോസസ്സിലൂടെ വന്ന ചില മെറ്റൽസിന് എക്സാമ്പിൾ റോഡ്സ്, ട്യൂബ്സ്, സ്ട്രക്ചറൽ ഷേപ്സ് ഇതൊക്കെയാണ്. Extrusion process mainly classified into 2. First one is direct or forward extrusion, which is what we have here. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ. ഇൻഡയറക്റ്റ് ഓർ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ. ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഹോട്ട് ബില്ലറ്റ് ഇവിടെ കംപ്രസ്ഡ് ആവും. എന്നിട്ട് ഇതിലൂടെയാണ് എക്സ്ട്രൂഡ് ബാർ നമുക്ക് കിട്ടുക. വി ഹാവ് ദ ഡൈസ്. അപ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ദിസ് പ്രോസസ് റിക്വയർസ് ലെസ് ഫോഴ്സ് as there is no friction force between the metal and die chamber wall, but ഈ ഒരു പ്രോസസ്സിന് അതിൻ്റെതായിട്ട് ലിമിറ്റേഷനും കൂടി ഉണ്ട്. ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദി വീക്കനിങ് ഓഫ് റാം വെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഹോൾ. Okay, as you can see here. The next one is difficulty of providing adequate support for the extrude part. Extrude part ഇതിലൂടെ വരുന്നതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽഡിംഗ് ആണ്. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് 2 metals by the application of heat. ഹീറ്റിന്റെ സോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് we have classifications. So welding process is classified on the type of heat production.
ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ വർക്ക് പീസ് രണ്ടും അടുത്ത് വെച്ചിട്ട് വളരെ ചെറിയ വോൾട്ടും അതേപോലെ വളരെ വലിയ ആംബിയറേജ് ഉള്ള കറണ്ട് അതിലൂടെ പാസ് ചെയ്തിട്ടാണ് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്യാസ് വെൽഡിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ എ കമ്പഷൻ ഓഫ് എ ഗ്യാസ് ഫ്യൂവൽ. നെക്സ്റ്റ് തെർമാറ്റ് വെൽഡിംഗ് ആണ്. തെർമാറ്റ് വെൽഡിങ്ങിന് ഹീറ്റ് കിട്ടുന്നത് എക്സോ തെർമൽ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. ഇനി ഈ മറ്റൊന്നും കൂടി ഉണ്ട്, ആർക്ക് വെൽഡിങ്. അത് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് അടുത്ത സ്ലൈഡിലോട്ട് വെച്ചതാണ്. ആർക്ക് വെൽഡിങ്ങിൽ മെറ്റ് ഇലക്ട്രോഡാണ് നമ്മൾ ഇലക്ട്രിക് ആർക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സാണ്. Now metal electrodes are coated with slagging of flexi materials. ഈ കാണുന്ന ഈ ഭാഗമാണ് കോട്ടിംഗ്. Okay, this is electrode. Now it is to provide a gas shield around the arc to prevent direct contact of oxygen and nitrogen in the air with deposited metal. It also covers the weld metal with a protective slag coating. It prevents oxidation while cooling. പിന്നെ ഇത് കൂൾ ചെയ്തതിനു ശേഷം സ്ലാഗ് ജസ്റ്റ് ബ്രഷ് ഓഫ് ചെയ്യാൻ ഉണ്ട്. So this is the arc welding process. As you can see, ഇത് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഈ ഇലക്ട്രോഡും വർക്ക് പീസും ഒരു ചെറിയ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാണ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോയിനിങ് പ്രോസസ്സിലെ മറ്റൊരു പ്രോസസ്സാണ് സോൾഡറിങ്. സോൾഡറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ജോയിനിങ് മെറ്റൽസ് ബൈ യൂസിങ് അനദർ മെറ്റൽ ഓർ അലോയ് ഹീറ്റർ ടു ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഈ അനദർ മെറ്റൽ അല്ലെങ്കിൽ അലോയ് ഇതിനാണ് നമ്മൾ സോൾഡർ എന്ന് വിളിക്കുന്നത്. ഈ സോൾഡറിനെ മോൾട്ടൺ സ്റ്റേറ്റിൽ ഈ വർക്ക് പീസിൻ്റെ ഇടയിലൂടെ കടത്തി വിട്ടിട്ടാണ് സോൾഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജോയിന്റ് ഉണ്ടാക്കുന്നത്. ഈ സോൾഡർ പിക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെതായുള്ള കണ്ടീഷൻ ഉണ്ട്. ദ സോൾഡർ ഷുഡ് ഹാവ് നിയർ മെക്കാനിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റൽ ടു ബി ജോയിൻഡ്. ഈ സോൾഡർ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഹാർഡ് സോൾഡർ. ഹാർഡ് സോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് വിച്ച് വിൽ മെൽറ്റ് at 600 degrees Celsius. അടുത്തത് സോഫ്റ്റ് സോൾഡർ ആണ്, വിച്ച് ഇറ്റ്സ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് വിച്ച് വിൽ മെൽറ്റ് at 320 degrees Celsius. പിന്നെ മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോൾഡറിങ് അയണിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ട് എത്തിയിട്ട് സോൾഡർ പീസസ് ഇതിന് മുകളിലോട്ട് വെക്കാം. അതിന് മെൽറ്റിംഗ് പോയിന്റ് ആയി കഴിഞ്ഞ് which means heated to its melting point. Melting point ആകുമ്പോൾ അത് മെൽറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് പീസിൻ്റെ ഇടയിലൂടെ അതിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കും. എന്നിട്ട് അത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്താണ് സോൾഡർ ജോയിൻറ്റ് കിട്ടുക. Now the joints are easily separated. ഇത് അത്ര ടഫ് ആയിട്ടുള്ള ജോയിന്റ് അല്ല. And also because of that it is only useful for semi permanent work as it cannot withstand high temperature and pressure. പിന്നെ ഈ സോൾഡറിങ് പ്രോസസ്സ് we use it for fabrication works on drain water pipes, radiator tubes, wiring joints, etc. അടുത്ത പ്രോസസ് ആണ് ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് മേക്കിംഗ് ജോയിന്റ്സ് വിച്ച് കൻ സ്റ്റാൻഡ് ടെമ്പറേച്ചർ അപ് ടു 800 degrees Celsius and moderately high pressure. ഇത് നമ്മൾ ബ്രേസിംഗ് മിക്സ്ചർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ബ്രേസിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ form of paste and it is made by mixing spelter and flux in equal parts and then adding water into it. Spelter എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫില്ലർ മെറ്റീരിയൽ ആണ്. ഇറ്റ്സ് ജനറലി എ മിക്സ്ചർ ഓഫ് കോപ്പർ, സിങ്ക് ആൻഡ് ടിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രേസിംഗ് പ്രോസസ്സ്. നമ്മളുടെ ബ്രേസിംഗ് മിക്സ്ചർ വെച്ചിട്ട് then we heat it. അങ്ങനെയാണ് നമ്മൾ വർക്ക് പീസ് ജോയിൻ ചെയ്യുന്നത്. And the application of brazing are found in parts of bicycle, pipe joints subject to vibrations, saw blades, etc. Machining processes. Machining process എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ the shape and size of the metal is changed by removing the material from the unwanted portions of the workpiece. Okay, ഈ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ നമ്മൾ മെഷീനിങ് ടൂൾസും മെഷീനിങ് പ്രോസസ്സും രണ്ടും പഠിക്കുന്നുണ്ട്. മെഷീൻ ടൂൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീനിങ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് തന്നെയാണ് നമ്മുടെ മെഷീനിങ് ടൂൾസ് എന്ന് പറയാം. ഇത് ഡ്രില്ലിംഗ് മെഷീൻ ഒരു മെഷീനിങ് ടൂളാണ്. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടും ഡ്രിൽ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ ബേസ് ആണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. അതേപോലെ തന്നെ വൈബ്രേഷൻ ഷോക്സ് ഒക്കെ മെഷീൻ പാർട്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ അബ്സോർബ് ചെയ്യാനും ബേസിന് സാധിക്കും. ദിസ് ഈസ് കോളം. ഇതിന് ഇവിടെ നമുക്ക് ടേബിൾ ഉണ്ട്. സോ കോളം സപ്പോസ് എ ടേബിൾ. ഈ ടേബിൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മോഷനും അതേപോലെ തന്നെ ഇങ്ങനെ കറക്കാനും പറ്റും. ഈ മുകളിൽ ഇതാണ് ഡ്രിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട് സ്പിൻഡിൽ ഹെഡ് ആൻഡ് മോട്ടർ. സ്പിൻഡിൽ ഹെഡിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രിൽ ഹോൾഡിംഗ് അതേപോലെ തന്നെ റൊട്ടേറ്റിംഗ് ഡിവൈസസ് ഒക്കെ ഉള്ളത്. സ്പിൻഡിലിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബെൽറ്റും പുള്ളിനൊക്കെ ആശ്രയിക്കാൻ പറ്റും. ആൻഡ് ഹിയർ യു ഹാവ് ഡ്രിൽ ചെക്ക്. ഇറ്റ് ഹോൾഡ്സ് ദ ഡ്രിൽ. ഈ ടേബിളിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രില്ലിംഗ് പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, എന്നാൽ അടുത്തതായിട്ട് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് ആണ്. ഡ്രില്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പറേഷൻസ് ഓഫ് പ്രൊഡ്യൂസിങ് എ സർക്കുലർ ഹോൾ യൂസിങ് എ ഡ്രിൽ ബൈ റിമൂവിങ് മെറ്റൽ ഫ്രം ദി വർക്ക് പീസ്.
Okay. Drilling is generally followed by some other operations, like first of all reaming. Reaming is the operation of sizing and finishing a hole using reamer. You can see it here. Next one is boring. Boring means operation of enlarging an already existing hole using adjustable single point tool. Okay. അടുത്താണ് counter boring. Counter boring എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ operation of increasing diameter of a hole for a certain distance down. You can see it here. Other than countersink. Countersink എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is the operation by which a cone-shaped enlargement at the end of hole is made. ഇതാണ് സംഭവം. Other than spot facing. Spot facing എന്ന് പറഞ്ഞാൽ it is the operation by which the smoothing and squaring the surface around a hole is done. ഇവിടെ ഫിഗർ ഇല്ല. Okay. Other than taping. Taping എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the operation of cutting internal threads by means of a tool called tap. ഇതാണ് കാര്യം. Lathe ആണ് നമ്മുടെ അടുത്ത മെഷീനിങ് ടൂൾ. Lathe എന്ന് പറഞ്ഞാൽ it is most general purpose machine tool in which the workpiece is held and rotated against suitable cutting tool for the purpose of producing surface of revolution. ഞാൻ കുറച്ചും കൂടി ഇത് പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. Here we have legs. നമ്മുടെ ആദ്യത്തെ മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡാണ്. ബെഡിന് മുകളിലാണ് അത്യാവശ്യം എല്ലാ ഫംഗ്ഷണൽ കമ്പോണൻസും മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ് ഒക്കെ. Now it is made up of cast iron and it gives rigidity and strength to the lathe. Now gateways are provided on the top surface of the bed for the movement of tailstock and carriage. Here നമുക്ക് ഇതിനെ ടൂൾ പോസ്റ്റിന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടെയിൽ സ്റ്റോക്കും മൂവബിൾ ആണ്. ബട്ട് ഹെഡ് സ്റ്റോക്ക് ഇവിടെ പെർമനന്റ്ലി ഫിക്സ്ഡ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹൗസസ് എ ഗിയർ ബോക്സ് ഇൻ വിച്ച് ദ റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. സ്പിൻഡിലിന്റെ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ വർക്ക് പീസിന്റെ സ്പീഡ് ഓഫ് റൊട്ടേഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Now next one is tailstock. Tailstock it can be clamped at the desired locations and it also helps to support the workpiece. Okay, and now we have next we have lathe centers. Lathe centers ആണ് രണ്ടെണ്ണമാണ്. ലൈവ് സെന്ററും അതേപോലെ ഡെഡ് സെന്ററും. ലൈവ് സെന്റർ എന്ന പേര് ലൈവ് കാണുന്നതുകൊണ്ട് തന്നെ ഇത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഡെഡ് സെന്റർ റൊട്ടേറ്റ് ചെയ്യില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. Now ലൈവ് സെന്റർ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടെയാണ് ആ ഒരു വർക്ക് പീസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് പീസും കൂടെ rotating. Now we have tool post. Tool post means it is where the cutting tool is held firmly. Okay, and then we have lead screw. Lead screw എന്ന് പറഞ്ഞാൽ it is brought into action only when threads have to be cut. അപ്പോൾ നമ്മൾ ഈ ലൈഫ് സെന്ററിന്റെ ഡെഡ് സെന്ററിന്റെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മെറ്റീരിയലിനെ അവർ വർക്ക് പീസിനെ. ടൂൾ പോസ്റ്റിലാണ് കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ ടൂൾ പോസ്റ്റിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള തരത്തിൽ ടൂൾ പോസ്റ്റിൽ സ്ഥാപിക്കാൻ പറ്റും. ആൻഡ് ഈ കട്ടിംഗ് ടൂള് ഫിക്സ്ഡും അതേപോലെ തന്നെ വർക്ക് പീസ് റിവോൾവ് ചെയ്യുകയാണ് ചെയ്യുക, ഐ മീൻ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്താണ് ഫീഡ് മെക്കാനിസം. ദ മൂവ്മെന്റ് ഓഫ് ടൂൾ റിലേറ്റഡ് ടു ദ വർക്ക് പീസ് ഇസ് ടേംഡ് ആസ് ഫീഡ്. നൗ ദിസ് ടൂൾ ക്യാൻ ഗിവ് 3 ടൈപ്സ് ഓഫ് ഫീഡ്. നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലോങ്റ്റിറ്റ്യൂഡിലാണ്. നൗ ഇതാണ് നമ്മുടെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. ആൻഡ് ഇതാണ് വർക്ക് പീസ്. ഇത് രണ്ടും സപ്പോർട്ടാണ്. ഇവിടെയാണ് ടൂൾ ഉള്ളത്. നൗ ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ദിസ് ഈസ് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ടൂള് പാരലായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് യു കോൾ ലോങ്റ്റിറ്റ്യൂഡിനൽ ഫീൽഡ്. ഇനി ക്രോസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോഴും ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൂളിനെ ഇറ്റ്സ് കോൾഡ് ക്രോസ് ഫീൽഡ്. ഇനി ആംഗിൾ ഓഫ് ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂൾ ഇസ് മൂവ്ഡ് അറ്റ് ആൻ ആംഗിൾ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് പീസ്. അതിന് നമ്മൾ ടേപ്പർ ടേണിംഗ് എന്ന് പറയാറുണ്ട്. Now several operations like turning, taper turning, thread cutting, drilling, boring, grinding ഇതൊക്കെ നമുക്ക് ലെയ്ത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാവുന്നതാണ്. ടേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീനിങ് പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദി പെരിഫറി ഓഫ് എ വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ എ സിലിണ്ടറിക്കൽ സർഫേസ്. And it is one of the major operation performed in lathe. Okay. Now ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ആയിരുന്നു ടേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇഫ് ദ ടൂൾ ഇസ് മൂവ്ഡ് പാരലൽ ടു ദ ആക്സിസ് റൊട്ടേഷൻ, അതായത് നേരത്തെ പറഞ്ഞത് ലോങ്റ്റിറ്റ്യൂഡിനൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ബി ഗെറ്റിംഗ് എ സിലിണ്ടറിക്കൽ സർഫേസ് വിച്ച് യു ക്യാൻ സീ ഹിയർ. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ബി ഗെറ്റിംഗ് എ ഫ്ലാറ്റ് സർഫേസ്. ഇനി ഇൻക്ലൈൻ ടു ദി ആക്സിസ് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടൈപ്പർ സർഫേസ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ടൈപ്പർ ടേണിംഗ്. ഓക്കെ. Now taper turning നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫോമിംഗ് ടൂൾ മെത്തേഡ്, നെക്സ്റ്റ് വൺ ടെയിൽ സ്റ്റോക്ക് പവർ മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോമ്പൗണ്ട് റിസ്ക് മെത്തേഡ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അടുത്ത ഡിസ്കസ് ചെയ്യുന്ന മെഷീനിങ് ടൂളാണ് വിച്ച് ഈസ് മില്ലിംഗ് മെഷീൻ. ഞാൻ അതിന്റെ പാർട്സ് പരിചയപ്പെടുത്താം.
First of all, നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ബേസ് ആണ്. ബേസ് ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ. ഇറ്റ് ഗിവ്സ് ദ മെഷീൻ റിക്വയർഡ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. അടുത്ത വെർട്ടിക്കലായിട്ട് കാണുന്നതാണ് കോളം. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിൽ വെർട്ടിക്കൽ ഗൈഡ് വൈസ് ഉണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഈ കാണുന്നതാണ് നീൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ സ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദ സാഡിൽ ആൻഡ് ദ ടേബിൾ. അതേപോലെ തന്നെ എലിവേറ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ച് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ ഈ സാഡിൽ. നമ്മൾ കാണുന്ന പോലെ തന്നെ സാഡിലാണ് നമ്മുടെ ടേബിൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമുക്ക് adjust ചെയ്യാൻ പറ്റും. Next one is table. It supports a workpiece, and the next one is spindle. Spindle, it obtains its power from the motor and transmits it into arbor. Okay, it has a tapered socket for inserting the arbor. Now the arbor rod is the rod on which the cutter is mounted. It is tapered at one end to fit the spindle. അപ്പോൾ ഈ ആർബർ കറങ്ങുന്നതിന് ഇവിടെ തന്നെയാണ് ഈ കട്ടറും കറങ്ങും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇവിടുത്തെ ഇവിടെ വെക്കുന്ന വർക്ക് ഷേപ്പിനെ ഈ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുക വിധേയമാക്കും. Now milling പ്രോസസ്സിലോട്ട് കിടക്കാം. മില്ലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിംഗ് എ മെറ്റൽ ബൈ ഫീഡിംഗ് ദ വർക്ക് പീസ് അഗേൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടർ. ഇതാണ് സംഭവം. അപ്പോൾ ബേസ്ഡ് ഓൺ റൊട്ടേഷൻ ഓഫ് ദ കട്ടർ മോഷൻ വർക്ക് പീസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ എന്താണ് കൺവെൻഷണൽ മില്ലിംഗ് ഓർ അപ്പ് മില്ലിംഗ് ആണ്. ഹിയർ ദ വർക്ക് പീസ് ഈസ് ഫെഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ കട്ടിംഗ്. അതായത് ഇത് നേരെ ഇങ്ങോട്ടേക്കും വർക്ക് പീസ് നേരെ ഇപ്പുറത്തോട്ടും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് അപ്പ് മില്ലിംഗ്. ഇതിന് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വർക്ക് പീസ് എടുത്തിട്ട് പൊക്കാനും പറ്റും കേട്ടോ സർഫസ് നിന്ന്. ദ ക്ലിപ്പ് തിക്നെസ് വാരീസ് ഫ്രം മിനിമം ടു മാക്സിമം. അതായത് ഇവിടുന്ന് മിനിമം ടു മാക്സിമം ക്ലിപ്പ് തിക്നെസ് വാരി ചെയ്യും at the end of the cut. And then next we have down mill or climb milling. Here സെയിം ഡയറക്ഷൻ ആണ്, മാത്രമല്ല മാക്സിമത്തിൽ നിന്ന് പിന്നീട് മിനിമത്തിലോട്ട് പോവുകയാണ് ചെയ്യുക. And another one is ഇത് നമ്മുടെ വർക്ക് പീസിനെ കുറച്ചും കൂടെ സർഫസിലോട്ട് താഴ്ത്തുമായിരിക്കും ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മില്ലിംഗ് ഓപ്പറേഷൻസ് നോക്കാം. ആദ്യത്തേത് സ്ലാബ് മില്ലിംഗ്. സ്ലാബ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർഫസസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദ കട്ടർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഇതിന് ഉപയോഗിക്കുന്ന കട്ടറിന്റെ പേരാണ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ. സോ ദിസ് ഈസ് ബേസിക്കലി ദ പ്രോസസ്. Next we have face milling. Face milling means it is a process by which flat surface perpendicular to the axis of cutter is produced. ഇതിന് ഉപയോഗിച്ച കട്ടറിന്റെ പേര് ഫേസ് മില്ലിംഗ് കട്ടർ എന്നാണ്. Okay, here we have. Next one is side milling. Side milling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a process by which a flat vertical face is produced at the side of a workpiece. The cutter is called, നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, side milling cutter. Now next one is end milling. End milling it is a process by which a flat surface which may be vertical or horizontal is produced. The cutter is called end milling cutter. It is used for producing slots, grooves, keyways, etc. Okay. അടുത്തതാണ് T-slot milling. T-slot milling it is a process of producing T-slot using T-slot cutter. You can see it here. Next one is angular milling. Angular milling it is a process in which angular surfaces are produced on a workpiece. The cutter used is called angle milling cutter. Okay. Next one is foam milling. Foam milling it is a process by which profiles on the workpiece are produced. The cutter is called foam cutter. Okay, you can see here too. Next one is gear cutting. Gear cutting means it is a process by which gears are produced using cutter. That's a machining process on grinding. Now it is a process of metal removal in which the cutting tool used is an abrasive wheel. An abrasive wheel ഉപയോഗിച്ചുകൊണ്ട് metal remove ചെയ്യുന്ന പ്രോസസ്സിനെയാണ് grinding എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് abrasive particles ആണ് നമുക്കുള്ളത്. They are natural abrasives അതേപോലെ തന്നെ artificial abrasives. Natural abrasives എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ്സ്റ്റോൺ, എമറി, ഡയമണ്ട്സ് ഇതൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ abrasives എക്സാമ്പിൾ ആയിട്ടുള്ള സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ബോറോൺ ക്ലോറൈഡ് ഒക്കെയാണ്. Now grinding is mainly used to remove small amount of metal to bring its dimension within very close tolerance of the size desired. അതേപോലെ തന്നെ it is used to obtain better finish on the surface and to machine hard surfaces which are otherwise difficult to be machined by other means, and also it is used to sharpen cutting tools. Okay, ഇതിനെയാണ് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിംഗ് എന്നാണ് പറയുക. As you can see ഇവിടെ നമ്മൾ സർഫസ് cylindrical surface ആണ്. Okay. Now according to the types of surface to be ground, grinding is classified into 3. Cylindrical grinding നേരത്തെ പറഞ്ഞു. Now it produces cylindrical surface. ഇത് ടൈപ്പ് ആണ്, ഇറ്റ് ആണ് കേട്ടോ. രണ്ടാമത്തേത് സർഫസ് ഗ്രൈൻഡിംഗ് ആണ്. സർഫസ് ഗ്രൈൻഡിംഗ് means it produces flat surfaces as you can see here. Okay, ഇതാണ് നമ്മുടെ വർക്ക് പീസ്, ഇതാണ് ഗ്രൈൻഡിംഗ് വീൽ. Next is the foam grinding. It produces foam surfaces on a revolving cylindrical workpiece. This is our workpiece and this is the grinding wheel. ഈ
വർക്ക് പീസിൽ കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിംഗ് എന്ന് പറഞ്ഞത്. അടുത്താണ് CNC മെഷീൻസ്. CNC മെഷീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്താണ് NC എന്ന് പറയുന്നത്. NC എന്ന് പറയുന്നത് ന്യൂമറിക്കൽ കൺട്രോൾ. ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is defined as a form of programmable automation, as you can see, automation process ആണ്, in which the process is controlled by numbers, letter and symbols. ഇപ്പോൾ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഒക്കെയാണ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ that to large quantities and അതേപോലെ തന്നെ നല്ല ആക്യുറേറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ it's better to give the job to a machine, right? അപ്പോൾ ആ പ്രോസസ്സുകളാണ്, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Now when a dedicated computer is used to perform some or all the numerical control functions in accordance with control programs stored in the memory of the computer, then it is known as CNC or computer numerical control. Okay. Advantage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ reduction in the time required to set up the machine and time used to take trial cuts to obtain required accuracy. Then you have consistency. Consistent ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അതേപോലെ തന്നെ ചേഞ്ചസ് ക്യാൻ ബി ഇൻകോപ്പറേറ്റഡ് ഈസിലി ബിക്കോസ് സോഫ്റ്റ്വെയർ ആണ്, ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രോഗ്രാമിന് നല്ല സ്കില്ല് വേണം, മാത്രമല്ല ഇനീഷ്യൽ കോസ്റ്റ് ഇച്ചിരി ഹൈ ആണ്. ഓക്കെ, CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. Now, it is a use of computer systems to help in the creation, modification, analysis or optimization of a design problem. ഒരു CAD software എന്ന് പറയുന്നത് അത് കൺസിസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഫോർ ഇംപ്ലിമെന്റിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഓൺ ദ സിസ്റ്റം, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ഇത് രണ്ടുമായിരിക്കും. എക്സാമ്പിൾസ് ആയിട്ടുള്ളത് AutoCAD LT, SolidWorks, MATLAB ഒക്കെയാണ്. അടുത്താണ് CAM. CAM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി മാനുഫാക്ചറിംഗ് ആണ് പ്രോസസ്, ബട്ട് it's with the help of a computer. Now, the use of computer systems to plan, manage and control the operations of a manufacturing process is what we call CAM. CAM softwares are used for greater accuracy, higher speed, greater consistency and efficiency. Examples are like Siemens, NX, Top, Solid CAM. ഇതൊക്കെയാണ്. അടുത്താണ് റാപ്പിഡ് മാനുഫാക്ചറിംഗ്. റാപ്പിഡ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a use of software automation related to manufacturing equipment to rapidly accelerate manufacturing process. Manufacturing process accelerate ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ അതുപോലെ റിലേറ്റഡ് മാനുഫാക്ചറിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാപ്പിഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇറ്റ് ഡസൻറ്റ് റിക്വയർ എനി പ്രോഡക്റ്റ് സ്പെസിഫിക് ടൂൾ, അതേപോലെ തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് മൾട്ടി ഗ്രേഡ് മെറ്റീരിയൽസ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ high material cost ആണ്. അതേപോലെ തന്നെ the properties of the parts produced by this process are not currently competitive with the parts produced by conventional manufacturing process. അതായത് ഇത് ഇപ്പോഴും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് റാപ്പിഡ് മാനുഫാക്ചറിംഗ് ഉള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ the difficulty to remove support material when the volume is large. അതും ഒരു കൺസേൺ ആണ്. അടുത്തതാണ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ്. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നെയിം ഫോർ 3D പ്രിന്റിംഗ്. നമുക്ക് അവിടെ അറിയാവുന്നതാണ്. Now 3D printing എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ കൺട്രോൾഡ് പ്രോസസ് ദാറ്റ് ക്രിയേറ്റ്സ് 3-dimensional objects by depositing materials usually in layers. ഇതിന് ആപ്ലിക്കേഷൻ പല ഇൻഡസ്ട്രീസിലും ഉണ്ട്. ഉദാഹരണത്തിന് എയറോസ്പേസ് ഇൻഡസ്ട്രി, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, മെഡിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇതുണ്ട്. ഈ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോകെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, സെറാമിക്സ് യൂസ് ചെയ്യാറുണ്ട്, മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്, തെർമോപ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. തെർമോപ്ലാസ്റ്റിക്സ് ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. താങ്ക് യു.